Hello everybody, welcome to Learning. So ഇന്നത്തെ ക്ലാസ്സിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ട് ഈ ഒരു ഫീൽഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം അതിന് റിസൾട്ട് കിട്ടും, അതേപോലെ എത്രത്തോളം എഫക്റ്റീവ് ആണ് നമ്മുടെ ഈ പ്രൊഫഷൻ, എത്രത്തോളം എഫക്റ്റീവ് ആണ്, ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം, പ്രത്യേകിച്ച് ഗേൾസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ കൊടുക്കാൻ കുറച്ചൊരു പേടി കാണാറുണ്ട്. പലർക്കും അതിന് എഫക്റ്റീവ് ആവോ, ടഫ് ആണോ മെക്കാനിക്കൽ, ഇങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസും പലരുടെ സൈഡിൽ നിന്നും വരാറുണ്ട്. ഇത് ശരിയാവോ, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടുമോ, അത് പഠിക്കാൻ പ്രയാസം ഉണ്ടാവുമോ, ബാക്ക് പേപ്പേഴ്സ് വരാൻ ചാൻസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ പലർക്കും കൺഫ്യൂസ് ചെയ്ത് ഒരുപാട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട്. പേടിക്കാനൊന്നുമില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗേൾസിനോട് ഞാൻ പറയണു, ഇതൊരു പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് മെക്കാനിക്കൽ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം, ഒരു പ്രോബ്ലവും ഇല്ല. അതേപോലെ തന്നെ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഫിസിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരിക്കും. ഇപ്പൊ മറ്റ് ലാബുകൾ പോലെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ EC എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സർക്യൂട്ട് ആയിട്ടായിരിക്കും കൂടുതൽ വരിക. അതേപോലെ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫിസിക്കലി ചെയ്യേണ്ടി വരും. ഇപ്പൊ ലാബൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില മെഷീൻസ് ഒക്കെ ആയിട്ട് നമ്മൾ മെഷീൻസിന്റെ ഒക്കെ അടുത്ത് നിന്ന് വർക്ക് ചെയ്യലും, അതുപോലെ പ്രോഡക്ട്സ് നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യലും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പേടിക്കാനൊന്നുമില്ല, നമുക്കത് ചെയ്യാൻ സാധിക്കാവുന്നത് തന്നെ ഉള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലേ പറയുന്നില്ല. ഓക്കെ, സോ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ പല ബ്രാഞ്ചുകളും കൂടി ഉണ്ട്. ഞാൻ പഠിച്ചത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു, ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. മാനുഫാക്ചറിങ് ആ ഫീൽഡിലാണ് ഇപ്പൊ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ മെക്കാനിക്കലിൽ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇതില് നമുക്ക് മെക്കാനിക്കലിന് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കോഴ്സാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. അതേപോലെ ഓട്ടോമൊബൈൽ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, ഇതിന്റെയൊക്കെ കുറച്ച് പോർഷൻ ആയിട്ടാണ് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ വരുന്നത്. ഓക്കെ, അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് ഒരു ഫീൽഡ് മാത്രം എടുത്ത് പഠിക്കണ ഒരു ഇതിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഈ മെക്കാനിക്കലിന്റെ ബ്രാഞ്ചായി വരുന്ന സബായിട്ട് വരുന്ന സബ്ജക്റ്റുകളെയൊക്കെ നമുക്ക് ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് പഠിക്കലാണ് ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആയാലും ഓട്ടോമൊബൈൽ ആണെന്നുണ്ടെങ്കിൽ എയറോനോട്ടിക്കൽ ആണെന്നുണ്ടെങ്കിലും കോഴ്സുകളിൽ വരുന്നത്. സോ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഒരുവിധം എല്ലാ കോളേജസിലും നമ്മുടെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കോമൺ ആയിട്ട് എല്ലാ കോളേജുകളിലും ഒട്ടുമിക്ക എല്ലാ കോളേജുകളിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ചില കോളേജുകളിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഇപ്പൊ ഞങ്ങൾ പഠിക്കുമ്പോൾ 2-3 കോളേജുകളിലേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും ചില കോളേജുകളിലേ ഉള്ളൂ. ഗവൺമെന്റ് കോളേജസിലൊക്കെ ഈ പ്രൊഡക്ഷൻ ആയാലും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആയാലും എയ്റോസ്പേസ് ആയാലും ഒക്കെ വരുന്നതാണ്. ഓക്കെ, എയറോനോട്ടിക്കൽ ആയിട്ടുണ്ടെങ്കിലും ഒക്കെ വരുന്നതാണ്. അപ്പൊ നമ്മുടെ ജോലി എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ മെക്കാനിക്കൽ പഠിക്കുമ്പോൾ വരിക എന്നുള്ളതാണ്. ഇപ്പൊ കേരള PSC എന്നെ വിളിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് പല ഫീൽഡുകളിലും ഇൻഡസ്ട്രീസിലും ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇൻഡസ്ട്രീസിലെല്ലാം വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് സാധിക്കുമോ, അതാണ് പലർക്കും വരുന്നൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇൻഡസ്ട്രി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഇപ്പൊ കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്, ശരിയാണ്. കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻഡസ്ട്രീസ് വളരെ കുറവ് തന്നെയാണ്. അപ്പൊ കേരളത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അപ്പൊ ഈ മെക്കാനിക്കലിന് കുറവാണ് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അതിനെ തള്ളാൻ പറ്റില്ല. കേരളത്തിലായാലും നമ്മുടെ ഇപ്പൊ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്, അപ്പോളോ ടയേഴ്സ്, അതേപോലെ തന്നെ HAL, അങ്ങനെ ഒരുപാട് കൊച്ചിൻ ഷിപ്പ്യാർഡ്, അങ്ങനെ ഒരുപാട് ചാൻസസ് കേരളത്തിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ കൊച്ചി ഏരിയയിലൊക്കെ ഒരുപാട് മെക്കാനിക്കൽ വേക്കൻസി ഒരുപാട് പേര് കൊച്ചിയിലാണ് കൂടുതലായിട്ടും ഞാൻ കണ്ടിരിക്കുന്നത്. ഈ മെക്കാനിക്കൽ ചാൻസസ് ഒരുപാട് കണ്ടിരിക്കുന്നത് കൊച്ചിയിലാണ്. അതേപോലെ നമ്മുടെ പാലക്കാട് തന്നെ കഞ്ചിക്കോട്, അവിടേക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അവിടേക്ക് ഒരുപാട് പേർക്ക് ജോലി ചെയ്യാറുണ്ട്. ഒരുപാട് ആദ്യം ട്രെയിനി ആയിട്ടൊക്കെയാണ് ചെയ്യുക. ട്രെയിനി ആയി ജോയിൻ ചെയ്ത് അതിലൊരു എക്സ്പീരിയൻസ് വന്ന ശേഷം നമ്മൾ
പെർമനന്റ് ആയിട്ട് അതില് പെർമനന്റ് ആയിട്ട് പോവാറുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ പലർക്കും ഇപ്പൊ അബ്രോഡ് ഒക്കെ പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. അപ്പൊ കമ്പയർഡ് ടു അബ്രോഡ് വർക്കുകൾ, അബ്രോഡിൽ ഇപ്പൊ നമ്മുടെ ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആയിട്ട് അതേപോലെ എയ്റോസ്പേസ് ആയിട്ടും അങ്ങനെയൊക്കെ പോണ പലരും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ചാൻസസ് പലരും ഈ ദുബായ് കൺട്രീസിലൊക്കെ ഒരുപാട് കൂടുതലാണെന്ന് കേട്ടിട്ടുള്ളത്. കാരണം ഒരുപാട് ഡിഗ്ഗിങ് അതുപോലെ പെട്രോളിയം കാര്യങ്ങളുടെയൊക്കെ ഒരു ഫേം തന്നെ കൂടുതലാണല്ലോ അവിടെ. അപ്പൊ അവിടെയൊക്കെ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സിന് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. അതുപോലെ ഡ്രോയിങ് ഏരിയയിൽ വേക്കൻസി വരുന്നുണ്ട്. ഇപ്പം ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഡ്രോയിങ് എല്ലാം ചെയ്യണത്. ബട്ട് അതിൽ ഒരുപാട് ചാൻസ് ഔട്ട്സൈഡ് പോകുമ്പോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ പല ഏരിയയിലായിട്ടും ഈ പ്രൊഡക്ഷൻ, അതേപോലെ നമ്മുടെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഒരുപാട് ചാൻസസ് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെന്ന്, ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേർഡിങ്സ് തന്നെ നമുക്ക് മനസ്സിലാവും ഒക്കെ ഒരു എൻജിൻസ് റിലേറ്റഡ് വർക്കാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ പറയുന്നത്. കൂടുതൽ പഠിക്കാനുള്ളതും അത് തന്നെയാണ്. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും പ്രൊഡക്ഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണ ഒരു ഏരിയയെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. നമ്മുടെ സബ്ജക്റ്റിലെല്ലാം നമുക്ക് ഈ ഒരു മെക്കാനിക്കൽ പഠിക്കുമ്പോൾ ഒരു പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു വർക്കാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് തന്നെ പ്രൊഡക്ഷൻ ഏരിയയിൽ പോവാം. അപ്പൊ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലുള്ള വർക്ക് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ മാനുഫാക്ചർ ചെയ്യുക, ആ ഒരു ഫീൽഡാണ് പറയണത്. അതേപോലെ തന്നെ ഡിസൈൻ ഫീൽഡ് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാം ഇപ്പൊ ഈ ഒരു വെഹിക്കിൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എൻജിൻ അതെല്ലാം ഡിസൈൻ ചെയ്യാം. അതേപോലെ നമ്മുടെ ഒരു പ്രോഡക്റ്റിൽ തന്നെ ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓരോ ഏരിയയിൽ ഇപ്പൊ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓരോ ഡയമെൻഷൻസ് എത്ര വരും അതിനെ പറ്റിയിട്ട് ആദ്യം ഒരു ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെയാണ് അത് മാനുഫാക്ചർ ചെയ്യുക. അപ്പൊ ആ ഡിസൈനിങ് ഇതെല്ലാം നമ്മൾ ഈ ഡിസൈൻ ഫീൽഡിലാണ് പഠിക്കുന്നത്. സോ നമ്മുടെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ ഓഫ് എഞ്ചിനീയറിംഗ് ദാറ്റ് അപ്ലൈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എഞ്ചിനീയറിംഗ്, ഫിസിക്സ് ആൻഡ് മെറ്റീരിയൽ സയൻസ് for analysis, design, manufacturing and maintenance of mechanical system. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ ഈ ഒരു ഇതന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിലെ ജോബ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ജോബാണ് ചെയ്യാൻ പറ്റുക എന്ന് പറയും. സോ നമുക്ക് ഈ മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും അതേപോലെ അലോയ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് തന്നെ ഡിഫറെന്റ് എടുത്ത് പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മള് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ കെമിസ്ട്രിയിലാണ് പ്ലസ് ടു കഴിയണ സ്റ്റുഡൻസ് കൂടുതലായിട്ടും ഈ മെറ്റീരിയൽ സയൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കുക. സോ നമ്മുടെ ഈ രണ്ട് പ്രോഡക്റ്റുകളും മിക്സ് ചെയ്തിട്ടാണ് ഒരു ന്യൂ കമ്പോണന്റ് ഡിസൈൻ ചെയ്തെടുക്കണം, ന്യൂ പ്രോഡക്റ്റ് ഉണ്ടാക്കണം. അപ്പൊ അതിൽ തന്നെ ഒരുപാട് ഇപ്പൊ പല മെറ്റൽസിനെ തന്നെ മാറ്റിയിട്ട് നമുക്കിപ്പോ നമ്മൾ ഈ ബ്രാസിനെയൊക്കെ പറയാറില്ലേ, ബ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പറും സിങ്കും കൂടി മിക്സ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യണതാണ്. അത് നമ്മൾ ബ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ മെറ്റീരിയൽസ് നമ്മൾ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുക. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഇപ്പൊ പല ഫൈബേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പല എന്താ പറയുക ലൈക്ക് സെറാമിക് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം പല മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്ത് ഒരു ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അതിന്റെയൊക്കെ പല ആപ്ലിക്കേഷൻ ഇത് കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ മെറ്റീരിയൽ സയൻസ് എന്നുള്ള ഒരു ഏരിയയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ സപ്പോസ് ഒരു പെന്നാണ് അല്ലെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. പെന്ന് ജസ്റ്റ് ഞാൻ എടുക്കണം. ഈ ഒരു പെന്നിന് ടോപ്പ് ഉണ്ട് അല്ലെ. സോ നമ്മൾ ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ടൈറ്റ് ആയി ഇരിക്കണതില് മാനുഫാക്ചർ ചെയ്യണതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്, ഈ ഒരു ഡയമീറ്ററിനോട് ഫിക്സ് ആവണ രീതിയിൽ നമ്മൾ ഇതിന്റെ ക്യാപ്പ് ഇവിടെ ടൈറ്റ് ആവണ രീതിയിൽ ഡിസൈൻ ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്
ഇവിടെ ഫിറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ അതിന് മുമ്പേ നമുക്കത് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോ ഇത് മാനുഫാക്ചർ ചെയ്തിട്ട് എടുത്തു, ഇത് ശരിയാണോ നോക്കി, ഇത് ശരിയാവില്ല, ഇത് ലൂസാണ്, അതിനെ ഇങ്ങോട്ട് വിട്ടു. അത് കഴിഞ്ഞ് അടുത്തത് മാനുഫാക്ചർ ചെയ്ത് നോക്കി, ടൈറ്റ് ആണോ നോക്കി, ഇത് ടൈറ്റ് ആവും, കേറുന്നില്ല, ടൈറ്റ് ആവുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാണോ ചെയ്യേണ്ടത്? അതോ നമ്മളിതിന് ഇത്ര ഡയമെൻഷൻ, ഇതിപ്പോ ഒരു 6 millimeter ആണ്, അല്ലെങ്കിൽ ഒരു 7 millimeter ആണ്. അപ്പൊ അതിനേക്കാൾ 7 millimeter ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 7 millimeter തന്നെയാണ് ഈ ഒരു ക്യാപ്പിന്റെ ഡയമീറ്റർ എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ടൈറ്റ് ആയിട്ട് കേറില്ല. ഓക്കെ, അപ്പൊ അതിനെന്താണ് 7നേക്കാൾ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടാവണം. എന്നാൽ ചിലപ്പോ 8 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ ടൈറ്റ് ആയി നിന്നോളണമെന്നില്ല, ചിലപ്പോ അത് ലൂസായിട്ട് മൂവ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പൊ അതിന് മുമ്പേ ഇത് ഇവിടെ ഫിക്സ് ആവണ രീതിയിൽ എത്ര ഡയമെൻഷൻ ഉണ്ടെങ്കിലാണ് ഇത് ഫിക്സ് ആയിട്ട് ഇരിക്കുക. അതുപോലെ എത്ര ഇതിന്റെ മുകളിലുള്ള ഈ ഒരു ഇതിനുള്ള ഒരു ഇവിടെയുള്ള ഒരു ഫോഴ്സ് എത്രത്തോളം ഇവിടെ അപ്ലിക്കബിൾ ആവും. ഇപ്പൊ ഇതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടപ്പാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ വെക്കുമ്പോഴേക്കും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത്ര വേണ്ട. അതിന്റെ അനുസരിച്ചിട്ട് ഇതിന് എത്രത്തോളം ഫോഴ്സ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട്, ഇതൊരു കുഞ്ഞൊരു എക്സാമ്പിൾ പെന്നിന്റെ വെച്ച് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയല്ല, പല മെറ്റീരിയൽസ് ഏരിയയിലാണ് പറയുന്നത്. ഇപ്പൊ വെഹിക്കിളിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലോ, ഇനിയിപ്പോ ഒരു ഗിയർ ആണെന്നുണ്ടെങ്കിലോ, ഇതിന്റെയൊക്കെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഒരു ഡിസൈനിങ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അതേപോലെ ഈ ഒരു ക്യാപ്പ് ഇവിടെ നോക്കൂ, ഈ ഒരു ക്യാപ്പിന് ഈ ഒരു ഏരിയ ഇത് എത്രത്തോളം കൊടുത്താൽ ഇത് നീറ്റായി നിൽക്കും. ഇപ്പൊ ഇതിങ്ങനെ പോകുമ്പോ ഇതിവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, ഇത് ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് ഒരു സപ്പോർട്ട് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സപ്പോർട്ട് കൊടുക്കണതിന് പകരം ഇതില്ലെങ്കിൽ എന്തായിരിക്കും, ഇതിങ്ങനെ ഫിക്സ് ആയി നിൽക്കുവോ? ഇനിയിപ്പൊ ഇത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്? അതേപോലെ താഴെ ഇവിടെയുള്ള ഇതിന്റെ ഈ ഒരു ട്യൂബ്, ഇവിടെ ഒരു ട്യൂബ്, ഈ ട്യൂബിനെ ഇങ്ങോട്ട് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇതിന്റെ ഉള്ളിൽ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എത്രത്തോളം ഫിക്സ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇതിന്റെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ അറിയാം, അതിൽ കുറച്ച് ലൈൻസ് ഒക്കെ വെച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് ഇതിവിടെ ടൈറ്റ് ആവുന്ന രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ അതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മേ ബി അതില്ലെങ്കിൽ ചിലപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇതാവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് അത് കറക്റ്റ് വർക്ക് ആവാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് ഡിസൈനിങ് ഏരിയയിൽ പറയുന്നത്. ദെൻ അതിനുശേഷമാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കമ്പോണന്റ് എന്തൊക്കെ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യുക? ഇപ്പൊ നമുക്ക് ഇതിവിടെ പ്ലാസ്റ്റിക് ആണ്. ഇനിയിപ്പോ പ്ലാസ്റ്റിക് എന്നുള്ളത് നമുക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നതാണ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പൊ പ്ലാസ്റ്റിക്കിന് പകരം വേറെ എന്തെങ്കിലും, ഇപ്പൊ പ്ലാന്റ് ഫൈബർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കോമ്പോസിറ്റ് പ്രോഡക്റ്റ് വെച്ചിട്ട് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? ഇനി അങ്ങനെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം പ്രോബ്ലം വരും, ഇത് വളരെ നീറ്റായി നിൽക്കുവോ, കോസ്റ്റ്ലി ആവോ, ഈ കാര്യങ്ങളൊക്കെയാണ് മാനുഫാക്ചറിങ് ശ്രദ്ധിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യും? ഇവിടെ ഇതിന്റെ ഉള്ളിൽ നോക്കൂ, ഇതിന്റെ ഉള്ളിൽ ഹോളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഹോളായിട്ട് ഇത് വളരെ നീറ്റായിട്ട് ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മള്? ഇതിന്റെ ഉള്ളിൽ ഒരു ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുക? അപ്പൊ അതിനുള്ള പല മെത്തേഡ്സുകളുണ്ട്. അപ്പൊ ചിലത് നമ്മൾ ചിലപ്പോ ചില പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൗൾഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചില പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെൽഡ് ചെയ്തിട്ടായിരിക്കും. അതേപോലെ ചില പ്രോഡക്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ പൗഡർ ആക്കി മാറ്റി പൗഡർ മെറ്റലർജി പറഞ്ഞ പ്രോസസ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. എക്സ്ട്രൂഷൻ പറഞ്ഞ ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഇപ്പൊ നോക്കൂ, ഇങ്ങനെ ഒരു പാത്രം എടുത്തു, ഇവിടെ നമുക്കൊരു ഹോൾ ഇടണം. ആ ഹോളിനെ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറ്? സാധാരണ എന്തെങ്കിലും ഒരു പ്രസ്സൊക്കെ വെച്ചിട്ട് ഒരു കൊടുത്ത് ഇവിടെ നിന്ന് ഒരു കമ്പോണന്റ് എടുത്തിട്ട് ഇതിനെ റിമൂവ് ചെയ്ത് ആ ഒരു കമ്പോണന്റ് മാത്രമായിട്ട് കാണിക്കുന്ന പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത് വെച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്ത് കളയാം. ഇനി അതല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു പോർഷൻ മാത്രമായിട്ടാണ് നമുക്ക് എടുക്കണമെന്ന് വെച്ചാൽ അതിനുള്ള വേറൊരു മെത്തേഡാണ്. ബാക്കിയുള്ള ഈ പോർഷൻ കളഞ്ഞ് നമുക്ക് യൂസ് ചെയ്യേണ്ട ഈ പ്രോഡക്റ്റ് മാത്രം ഇവിടെ ഔട്ട്സൈഡിലേക്ക് എടുക്കാം.
ഇങ്ങനെയുള്ള പല പല മെക്കാനിക്കൽ മാനുഫാക്ചറിങ് മെത്തേഡ്സ് ഉണ്ട്. അതേപോലെ ചിലപ്പോൾ എന്താ മെയിൻ്റെനൻസ് വരും. മെയിൻ്റെനൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്ത ഒരു സാധനം, ഇപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാറൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കാറൊക്കെ നമ്മൾ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യാണ്. അപ്പൊ അതിലിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഡാമേജസ് ഒക്കെ ഉണ്ടായിരിക്കും. ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് ഡെഫിനറ്റ്ലി അതിൽ ഡാമേജ് വരാം. ഓക്കെ, അപ്പൊ അതിലെന്ത് ചെയ്യും നമ്മള് ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും അറിയണതാണ് മെയിൻ്റെനൻസ് പറഞ്ഞിട്ട് നമ്മൾ സർവീസിന് കൊടുക്കുകയൊക്കെ ചെയ്യണത്. അതിപ്പോ മെഷീൻസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു മെയിൻ്റെനൻസ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യണം. അതേപോലെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുകയും ചെയ്യണം. ഒരു സാധനം നമ്മൾ കേടുവരാൻ വേണ്ടി കാത്തു നിൽക്കാറില്ല. എന്താണ് ചെയ്യാറ്, അതിനു മുമ്പ് തന്നെ നമ്മൾ അതിനെ മെയിൻ്റെനൻസ് ചെയ്യണതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഒരു ജോലി കിട്ടാനുള്ള വേറൊരു ചാൻസ് ആണ് നമ്മൾ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ക്വാളിറ്റി എത്രത്തോളം ഇത് ക്വാളിറ്റി ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ക്വാളിറ്റി മെഷർമെന്റ് ഇങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ഒരുപാട് ചാൻസസ് വരുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ഔട്ട്സൈഡ് കൺട്രീസിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ചാൻസസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഡ്രോയിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പലർക്കും ഡ്രോയിങ് ഏരിയയിൽ ജോലി കിട്ടാറുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ നമുക്ക് അതിന്റെ ഒരു ഫിഗർ വരണം. അപ്പൊ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ സിവിൽ ഫീൽഡ് അല്ലേ, മെക്കാനിക്കൽക്ക് എന്തിനാണ് ഡ്രോയിങ് എന്ന് പലപ്പോഴും പലർക്കും തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ എക്സാമിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്ത എക്സാം വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫിഗർ കാണിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരാറ്. ഇതുപോലെ സബ്ജക്റ്റുകൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഫിഗർ മസ്റ്റ് ആയിട്ടും വരച്ചിരിക്കണം. ഓക്കെ, ഇപ്പൊ പലപ്പോഴും സീരീസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ പലപ്പോഴും മാർക്ക് സ്കോർ ചെയ്യണത് ഫിഗർ കറക്റ്റ് ആണോ, പിന്നെ എക്സ്പ്ലനേഷൻ ചെറുതായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്താലും മതി, കൂടുതലും ഫിഗർ ആണ് വരുന്നത്. ഫിഗറുകൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പലർക്കും തോന്നുന്നു അയ്യോ എനിക്ക് ഡ്രോയിങ് അത്ര വശമില്ല, അപ്പൊ ഇത് എടുത്താൽ ശരിയാവോ എന്നൊക്കെ പലർക്കും തോന്നാറുണ്ട്. ഈവൻ എനിക്ക് വരെ തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ പേടിക്കാനൊന്നുമില്ല. നമ്മളിപ്പോ ആ വർക്കില് എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് അറിയാം, വളരെ ഭംഗിയായിട്ട് നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ അതുമാതിരിയല്ല പറയണത്. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ, നമ്മുടെ ഡിസൈൻ കറക്റ്റ് ആ ഫിഗറിൽ ഒതുങ്ങുന്നുണ്ടോ, ഇതാണ് കൂടുതലായിട്ടും അതിൽ കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഒരിക്കലും അങ്ങനെ ഫിഗർ വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് മെക്കാനിക്കൽ ടഫ് ആണെന്ന് തോന്നുന്നുണ്ട്, ശരിയാവില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഫിഗറുകൾ നമ്മൾ ചെയ്താവുമ്പോൾ അതിൽ ഓക്കെ ആയിരിക്കും. ഡോണ്ട് വറി. പിന്നെ എന്താണ് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് കയറുമ്പോൾ എന്താണ് പഠിക്കാനുള്ളത്, അതൊരു കൺഫ്യൂസ് ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ, അപ്പൊ സബ്ജക്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ പേടിക്കാനുള്ള സബ്ജക്റ്റുകളൊന്നുമില്ല. കുറച്ച് പ്രോബ്ലമാറ്റിക് പേപ്പർ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അപ്ലൈഡ് ഫിസിക്സ് ആ ഏരിയ ഉള്ള പേടിക്കാനൊന്നും വരുന്നില്ല. നമുക്ക് സബ്ജക്റ്റുകൾ ഫസ്റ്റ് ഇയറിൽ എല്ലാം കോമൺ സബ്ജക്റ്റ് ആയിരിക്കും. അതിൽ ഇമ്പോർട്ടന്റ് കോർ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് മെക്കാനിക്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അതൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ നമുക്ക് കുറച്ചും കൂടി നന്നായി മനസ്സിലാക്കണം. ആ സബ്ജക്റ്റ് ഒരിക്കലും ഉഴപ്പി വിടരുത്. ടഫാണെന്നൊന്നും വിചാരിക്കരുത്. നല്ല എളുപ്പമുള്ള സബ്ജക്റ്റ് തന്നെയാണ്. പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ടും. ആ ഒരു ലോജിക്ക് വെച്ച് അത് പഠിച്ചു തുടങ്ങുക. അതിന്റെ അപ്ലിക്കേഷൻ ഒരുപാട് ബാക്കി വരുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഗ്രാഫിക്സ് ഇപ്പൊ പണ്ടത്തെ പോലത്തെ ഒരു ടഫാണ് എന്ന് പറയണില്ല, കുറച്ചും കൂടിയൊക്കെ എളുപ്പമാണ് എന്നാണ് എല്ലാവരും പറയണത്. ഓക്കെ, ഡ്രോയിങ് പഠിച്ച ഒരു മെഷീൻ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടൊരു തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലൊക്കെ ആയിട്ട് മെഷീൻ ഡ്രോയിങ് വരുന്നുണ്ട്. അപ്പൊ ഡ്രോയിങ്ങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ വരുന്ന മെറ്റീരിയൽ സയൻസ് ആണ്. മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, അലോയ്സ് ഉണ്ടായിരിക്കും, അതേപോലെ അയൺ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അലോയ് ബേസ്ഡ് ആയിട്ടുള്ള ഫൈബർ ആയിട്ടുള്ളതും അങ്ങനെയുള്ള കുറച്ച്
പ്രോഡക്റ്റുകളെ പറ്റിയിട്ട് ഒക്കെ പഠിക്കാണ്ടായിരിക്കും. അത് ഒരു തിയറി പേപ്പറാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് സംഭവം. നെക്സ്റ്റ് വരുന്നത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് തന്നെ പറഞ്ഞിട്ട് മെഷീൻസിനെ പറ്റി പഠിക്കാനായിരിക്കും. അത് ഓരോ മെഷീൻ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ലെയ്ത്ത്, മില്ലിംഗ് മെഷീൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ ഈ പ്രോസസ്സ് ചെയ്യുന്ന മെത്തേഡ്സിനെ പറ്റിയിട്ട് പഠിക്കാണ്ടായിരിക്കും. അതേപോലെ തന്നെ മെറ്റലർജി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. മെറ്റലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ മെറ്റൽ കട്ടിങ് ആ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പം മെഷീൻ ചെയ്ത് ഒരു പ്രൊഡക്ഷൻ മെഷീൻ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അതിൽ ഫോഴ്സ് എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിരിക്കും. അതേപോലെ തിയറി രണ്ടും കൂടി ഫിഗേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് തെർമൽ എഞ്ചിനീയറിംഗ് ഏരിയ, ടെമ്പറേച്ചർ മെഷർ ചേഞ്ച്. അതേപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് വരുന്നുണ്ട്. ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ട് ഡെൻസിറ്റി, അതുപോലെ പ്രഷർ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അതേപോലെ എങ്ങനെയൊക്കെ ഇത് മെഷർ ചെയ്യണത്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ടെൻഷൻ ആവാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ തന്നെ സോളിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നും പറയാറുണ്ട്. അതൊരു ഇപ്പം മെറ്റീരിയൽസിനെ പറ്റിയിട്ട് തന്നെ അതിന്റെ ഫോഴ്സ് എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ ഫോഴ്സ് മെഷർ ചെയ്യണം, സ്ട്രെസ് മെഷർ ചെയ്യണം, സ്ട്രെയിൻ മെഷർ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും പഠിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള പേപ്പറാണ്. എല്ലാവർക്കും നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണിത്. പിന്നെ കുറച്ച് റെഫ്രിജറേഷൻ ഏരിയ വരുന്നുണ്ട്. റെഫ്രിജറേഷൻ നമ്മുടെ ഈ ഫ്രിഡ്ജൊക്കെ ഇല്ലേ, അതിന്റെയൊക്കെ ഒരു വർക്കിംഗ് ആ ലെവലിൽ തന്നെ. അതേപോലെ എയർ കണ്ടീഷൻ, നമ്മുടെ ഈ ടെമ്പറേച്ചർ ചേഞ്ച് വരുന്ന ഈ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ്. ഇങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക, എത്രത്തോളം എഫിഷ്യൻസി ഉണ്ടായിരിക്കും. അതിപ്പോ ഈ അതേപോലെ തന്നെ എൻജിൻസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ടാവും. എൻജിൻസ് ഏതൊക്കെ എൻജിൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഓടണ ജീപ്പാണെന്നുണ്ടെങ്കിലോ കാറാണെന്നുണ്ടെങ്കിൽ ഷിപ്പാണെന്നുണ്ടെങ്കിൽ ഏതിലും ഏതൊക്കെ മെഷീൻസ് യൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ എൻജിൻസ് യൂസ് ചെയ്യാൻ പറ്റും, ഈ കാര്യം എത്രത്തോളം എഫിഷ്യന്റ് ആയിരിക്കും, ഈ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും പഠിക്കാണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പേടിക്കാനൊന്നുമില്ല. അതേപോലെ കുറച്ച് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് കൂടി ഉണ്ട്. പവർ പ്ലാന്റ്സ് എങ്ങനെയൊക്കെയാണ് പവർ ഡെവലപ്പ് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണതിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനായിരിക്കും. അതേപോലെ തന്നെ ഒരു മെക്കാനിക്കൽ മാനുഫാക്ചറിങ് മെത്തേഡ്സിനെ പറ്റിയിട്ട്, ഇപ്പൊ എങ്ങനെയൊക്കെ മാനുഫാക്ചർ ചെയ്തിട്ട് എടുക്കാം, ചിലപ്പോൾ വെൽഡ് ചെയ്തെടുക്കാം, ചിലപ്പോൾ കാസ്റ്റ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ എക്സ്ട്രൂഷൻ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് പോർഷൻസും പഠിക്കാനായിരിക്കും. നല്ല എളുപ്പം തന്നെയാണ്. ഒരിക്കലും ഒന്നുകൂടി ഞാൻ പറയാണ്, ഗേൾസ് ആണ് എന്ന് വിചാരിച്ച് ഒരിക്കലും പിന്നാക്കം വെക്കരുത്. മെക്കാനിക്കൽ എടുക്കണം എന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ മെക്കാനിക്കൽ തന്നെ എടുത്ത് പഠിക്കുക, പേടിക്കാനൊന്നുമില്ല. പിന്നെ കുറച്ച് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് സബ്ജക്റ്റുകൾ കൂടി ഉണ്ടാവും. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് കൂടി ഉണ്ടായിരിക്കും. അതിലെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസിൽ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ക്വാളിറ്റേറ്റീവ് മാത്രമായിരിക്കില്ല, കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് രണ്ടും കൂടി നോക്കും. ക്വാളിറ്റി ഉണ്ടോ ഒരു കമ്പോണന്റ്. ഇപ്പൊ ഒരു പെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് വില വളരെ കുറവാണ്, പക്ഷെ ഇത് എഴുതില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യോ, ഇതിന്റെ മഷി പോണോ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യില്ലല്ലോ. ഓക്കെ, ഇപ്പൊ അതല്ല പെണ്ണിനെ മാത്രം പറയാം. ഇപ്പൊ ഒരു മൊബൈൽ എടുത്തു, ഇപ്പൊ ഈ ഒരു മൊബൈൽ വാങ്ങി ഇത് ഒരു കൊല്ലം നിൽക്കുന്നുള്ളൂ, വളരെ കുറവാണ്, വിലയൊക്കെ കുറവാണ്, പക്ഷെ ഒരു കൊല്ലം ആകുമ്പോഴേക്കും ഇതിന്റെ ബാറ്ററി ഡിസ്ചാർജ് ആയി പോകണു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യില്ലല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ ക്വാളിറ്റിയും നോക്കണം, പ്രൈസും നോക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്കത് ടെസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് സബ്ജക്റ്റിൽ വരുന്നത്. സോ എല്ലാവരും താല്പര്യമുള്ള എല്ലാ കുട്ടികളും എന്താണ് മെക്കാനിക്കൽ എന്ന് അറിയാതെ ഒരിക്കലും മെക്കാനിക്കൽ എടുത്തു പ്രോബ്ലം ആയി അങ്ങനെ വരരുത്. ഇനിയിപ്പോ മെക്കാനിക്കൽ എടുക്കാൻ പലരും നിർബന്ധിക്കണു, ഞാനത് എടുത്തു, എനിക്ക് ടെൻഷനാണ്, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പലർക്കും തോന്നാം. കാരണം എന്താണ് ഐഡിയ എന്നില്ലെങ്കിൽ ആകെ കൺഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ മാറി വളരെ കൂളായിട്ട് തന്നെ ഓപ്ഷൻ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവര് ഓപ്ഷൻ കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു സക്സസ് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഏകദേശം ഒരു ഉറപ്പുണ്ട്. എനിവേ, all the best and congratulations. Thank you.